എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. ജൂൺ 9, 1935 പന്തക്കുസ്ത. വൈകിട്ട് പൂന്തോട്ടത്തിൽ നടക്കുമ്പോൾ ഞാൻ ഈ വാക്കുകൾ കേട്ടു. നിന്റെ അപേക്ഷകൾ മൂലം നീയും നിന്റെ കൂടെയുള്ളവരും നിങ്ങൾക്ക് വേണ്ടിയും ലോകം മുഴുവനു വേണ്ടിയും കരുണ സമ്പാദിക്കും. ഇപ്പോൾ ഞാൻ ആയിരിക്കുന്ന സമൂഹത്തിൽ അധികം നാൾ ഉണ്ടായിരിക്കുകയില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. എന്നെ സംബന്ധിച്ചുള്ള ദൈവ പദ്ധതി മറ്റൊന്നാണെന്ന് വ്യക്തമായി കണ്ടു. എന്നാൽ ഈ ദൗത്യം നിർവഹിക്കാൻ അശക്തയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ ഒഴികഴിവ് പറഞ്ഞുകൊണ്ടിരുന്നു. ഈശോയെ, ഞാൻ എന്താണെന്ന് അങ്ങ് നല്ലതുപോലെ അറിയുന്നല്ലോ, ഞാൻ പറഞ്ഞു. ഞാൻ എൻ്റെ ബലഹീനതകൾ കർത്താവിൻ്റെ മുമ്പിൽ ഓരോന്നായി നിരത്തി വയ്ക്കാൻ ആരംഭിച്ചു. അവിടുത്തെ പദ്ധതികൾ നിർവഹിക്കാൻ ഞാൻ അശക്തയാണെന്ന് അവിടുന്ന് അംഗീകരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ ഈ വാക്കുകൾ കേട്ടു. ഭയപ്പെടേണ്ട, നിന്റെ കുറവുകളെയെല്ലാം ഞാൻ തന്നെ നികത്തും. എന്നാൽ ഈ വാക്കുകൾ എന്നിൽ ആഴമായി പതിഞ്ഞ് എൻ്റെ ദുരിതങ്ങളെക്കുറിച്ച് കൂടുതൽ അവബോധം നൽകി. കർത്താവിൻ്റെ വചനം ഊർജ്ജസ്വലവും ആഴങ്ങളിലേക്ക് തുളച്ചു കയറുന്നതുമാണെന്ന് എനിക്ക് മനസ്സിലായി. കർത്താവ് എന്നിൽ നിന്ന് കൂടുതൽ പൂർണ്ണതയുള്ള ഒരു ജീവിതം ആവശ്യപ്പെടുന്നെന്ന് ഞാൻ അറിഞ്ഞു. എന്നിരുന്നാലും എൻ്റെ അയോഗ്യത ഒരു ഒഴികഴിവായി ഞാൻ ഉയർത്തിപ്പിടിച്ചു. ജൂൺ 29, 1935. കർത്താവ് എന്നോട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന പല കാര്യങ്ങളെക്കുറിച്ചും ആത്മീയ പിതാവിനോട് ഞാൻ സംസാരിച്ചപ്പോൾ ഇക്കാര്യങ്ങൾ നിർവഹിക്കാൻ ഞാൻ പ്രാപ്തയല്ലെന്നും കർത്താവ് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾക്കായി എന്നെപ്പോലെ ദുരിതപ്പെട്ട ആത്മാക്കളെ കർത്താവ് ഈശോ തിരഞ്ഞെടുക്കുകയില്ലെന്നും അദ്ദേഹം എന്നോട് പറയുമെന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ ഞാൻ ഇപ്രകാരം കേട്ടു. അവിടുത്തെ പദ്ധതികൾ നിർവഹിക്കാൻ ദൈവം പലപ്പോഴും ഇപ്രകാരമുള്ള ആത്മാക്കളെ തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് ഈ വൈദികനെ യഥാർത്ഥത്തിൽ നയിക്കുകയാണ്. ഞാനും എൻ്റെ ദൈവവും മാത്രം അറിയുന്ന നിഗൂഢ രഹസ്യങ്ങൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ലെങ്കിലും അദ്ദേഹം എൻ്റെ ആത്മാവിൻ്റെ രഹസ്യങ്ങളിലേക്ക് കടന്നു വന്നു. എനിക്ക് തന്നെ അവ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. അദ്ദേഹത്തോട് അവ പറയുവാൻ കർത്താവ് വ്യക്തമായ നിർദ്ദേശം തന്നിരുന്നില്ല. ആ രഹസ്യം ഇതാണ്: ലോകത്തോട് ദൈവകരുണ പ്രഘോഷിക്കുന്ന ഒരു സഭാസമൂഹം ഉണ്ടാകുവാനും അതിൻ്റെ പ്രാർത്ഥനയാൽ ലോകത്തിന് ദൈവകരുണ ലഭിക്കുവാനും ദൈവം ആവശ്യപ്പെടുന്നു. എനിക്ക് ഇപ്രകാരമുള്ള ഉൾപ്രേരണകൾ ലഭിച്ചിട്ടുണ്ടോ എന്ന് ആ വൈദികൻ എന്നോട് ചോദിച്ചു. എനിക്ക് വ്യക്തമായ നിർദ്ദേശങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്ന് മറുപടി പറഞ്ഞ നിമിഷത്തിൽ തന്നെ എൻ്റെ ആത്മാവിൽ ഒരു പ്രകാശം തുളച്ചു കയറി. കർത്താവ് അദ്ദേഹത്തിലൂടെ സംസാരിക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കി. വ്യക്തമായ നിർദ്ദേശമൊന്നും ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ വ്യക്തമായി എന്നെ ന്യായീകരിക്കാൻ ശ്രമിച്ചെങ്കിലും സംഭാഷണത്തിൻ്റെ അവസാനം ഛായാചിത്രത്തിലെ പോലെ കർത്താവ് ഈശോ വാതിൽപ്പടിയിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവിടുന്ന് എന്നോട് പറഞ്ഞു, അപ്രകാരം ഒരു സഭാസമൂഹം ഉണ്ടാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് ഒരു നിമിഷത്തേക്ക് മാത്രം നീണ്ടുനിന്നു. എന്നിട്ടും അദ്ദേഹത്തോട് അപ്പോൾ തന്നെ അതേപ്പറ്റി ഞാൻ പറഞ്ഞില്ല. എനിക്ക് മടങ്ങിപ്പോകാൻ ധൃതിയുണ്ടായിരുന്നതിനാൽ ഞാൻ കർത്താവിനോട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു, എൻ്റെ കർത്താവേ, അവിടുത്തെ പദ്ധതികൾ നിർവഹിക്കാൻ ഞാൻ അപ്രാപ്തയാണ്. എന്നാൽ അതിശയമെന്ന് പറയട്ടെ, കർത്താവ് എൻ്റെ യാചനകൾ ഗൗനിച്ചതേയില്ല. മറിച്ച് ഈ പദ്ധതികൾ അവിടുത്തേക്ക് എത്രമാത്രം പ്രീതികരമാണെന്ന് മനസ്സിലാക്കി തന്നു. എൻ്റെ ബലഹീനതകളെ പരിഗണിക്കാതെ ഞാൻ അതിജീവിക്കേണ്ട പ്രയാസങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി തന്നു. അവിടുത്തെ നിസ്സാര സൃഷ്ടിയായ എനിക്ക് ഇത് മാത്രമേ പറയാൻ കഴിഞ്ഞുള്ളൂ: ഓ എൻ്റെ ദൈവമേ, ഞാൻ ഇത് ചെയ്യാൻ അശക്തയാണ്. ജൂൺ 30, 1935. തുടർന്നുള്ള ദിവസം വിശുദ്ധ ബലിയുടെ തുടക്കത്തിൽ തന്നെ ഈശോയെ അവർണ്ണനീയമായ പ്രഭാവത്തിൽ ഞാൻ കണ്ടു. അവിടുന്ന് എന്നോട് പറഞ്ഞു, എത്രയും വേഗം അപ്രകാരമുള്ള ഒരു സഭാസമൂഹം സ്ഥാപിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിന്റെ കൂട്ടാളികളുമായി നീ അതിൽ ജീവിക്കും. എൻ്റെ ആത്മാവ് നിന്റെ ജീവിതത്തിൻ്റെ നിയന്താവായിരിക്കും. പുൽക്കൂട് മുതൽ കുരിശിലെ മരണം വരെയുള്ള എൻ്റെ ജീവിതത്തിൻ്റെ മാതൃകയിൽ നിന്റെ ജീവിതം രൂപപ്പെടുത്തപ്പെടും. എൻ്റെ രഹസ്യങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുക. സൃഷ്ടികളോടുള്ള എൻ്റെ കരുണയുടെ ആഴത്തെയും എൻ്റെ അളവില്ലാത്ത നന്മയെയും കുറിച്ച് നീ മനസ്സിലാക്കും. ഇത് നീ ലോകത്തെ അറിയിക്കുക. നിന്റെ പ്രാർത്ഥനയിലൂടെ സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ നീ മാധ്യസ്ഥം വഹിക്കും. ദിവ്യകാരുണ്യ സ്വീകരണത്തിൻ്റെ സമയമായപ്പോൾ ഈശോ അപ്രത്യക്ഷനായി. ഞാൻ വലിയൊരു പ്രകാശം കണ്ടു. ആ സമയത്ത് ഞാൻ ഇപ്രകാരം കേട്ടു: ഞങ്ങൾ ഞങ്ങളുടെ അനുഗ്രഹങ്ങൾ നൽകുന്നു. ആ നിമിഷം ഒരു പ്രകാശരശ്മി ആ വെളിച്ചത്തിൽ നിന്ന് പുറപ്പെട്ട് എൻ്റെ ഹൃദയത്തിൽ തുളഞ്ഞു കയറി.
എൻ്റെ ആത്മാവിൽ അസാധാരണമായ ഒരു അഗ്നി ജ്വലിച്ചു. സന്തോഷവും ആനന്ദവും കൊണ്ട് ഞാൻ മരിച്ചു പോകുമെന്ന് തോന്നി. എൻ്റെ അരൂപി ശരീരത്തിൽ നിന്ന് വേർപെടുത്തപ്പെടുന്നത് പോലെ അനുഭവപ്പെട്ടു. ഞാൻ ദൈവത്തിൽ പൂർണ്ണമായും നിമഗ്നയായിരിക്കുന്നത് പോലെ തോന്നി. ധൂളി പോലെ അജ്ഞാതമായ വിസ്തൃതമായ നഭോമണ്ഡലങ്ങളിലേക്ക് സർവശക്തനാൽ ഞാൻ എടുക്കപ്പെട്ടതായി അനുഭവപ്പെട്ടു. സൃഷ്ടാവിൻ്റെ ആശ്ലേഷത്തിൻ്റെ ആനന്ദത്താൽ ഞാൻ വിറച്ചുപോയി. ഇത്ര വലിയ ആനന്ദം ഉൾക്കൊണ്ടുകൊണ്ട് അവിടുത്തെ മഹത്വം ദർശിക്കാൻ എനിക്ക് സാധിച്ചത് അവിടുന്ന് എന്നെ താങ്ങുന്നത് കൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കി. തൻ്റെ കൃപയാൽ അവിടുന്ന് എന്നെ ആദ്യം ശക്തിപ്പെടുത്തിയില്ലെങ്കിൽ എൻ്റെ ആത്മാവിന് ഈ ആനന്ദം വഹിക്കാൻ സാധ്യമല്ലെന്നും ആ നിമിഷം തന്നെ മരിച്ചു പോകുമായിരുന്നെന്നും ഞാൻ അറിഞ്ഞു. എപ്പോഴാണ് ദിവ്യബലി അവസാനിച്ചതെന്ന് എനിക്കറിയില്ല. ചാപ്പലിൽ നടക്കുന്നതെന്തെന്ന് ശ്രദ്ധിക്കുക എൻ്റെ ശക്തിക്ക് അതീതമായിരുന്നു. എന്നാൽ എനിക്ക് ബോധം തിരിച്ചു കിട്ടിയപ്പോൾ ദൈവത്തിരുമനസ്സ് നിറവേറ്റാനുള്ള ശക്തിയും ധൈര്യവും എനിക്ക് അനുഭവപ്പെട്ടു. ഒന്നും എനിക്ക് പ്രയാസമായി തോന്നിയില്ല. മുമ്പ് കർത്താവിനോട് ഒഴികഴിവുകൾ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ കർത്താവിൻ്റെ ധൈര്യവും ശക്തിയും എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ കർത്താവിനോട് പറഞ്ഞു, അങ്ങയുടെ തിരുമനസ്സിൻ്റെ എല്ലാ നിർദ്ദേശങ്ങൾക്കും ഞാൻ സന്നദ്ധയാണ്. ഭാവിയിൽ ഞാൻ അനുഭവിക്കേണ്ടി വരുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. ഓ എൻ്റെ കർത്താവും സൃഷ്ടാവുമേ, ഞാൻ മുഴുവനും അങ്ങയുടേതാണ്. അവിടുത്തെ തിരുവിഷ്ടപ്രകാരം അവിടുത്തെ അനന്തമായ പദ്ധതികൾക്കനുസരിച്ചും അവിടുത്തെ അളവറ്റ കരുണയാലും എന്നെ കൈകാര്യം ചെയ്യുക. കർത്താവ് എത്ര നല്ലവനാണെന്ന് എല്ലാ ആത്മാക്കളും അറിയട്ടെ. കർത്താവുമായി ഗാഢബന്ധം പുലർത്താൻ ആരും ഭയപ്പെടാതിരിക്കട്ടെ. ഒരാത്മാവും തൻ്റെ അയോഗ്യത ഒരു ഒഴികഴിവായി കരുതാതിരിക്കട്ടെ. ദൈവത്തിൻ്റെ ക്ഷണം ഒരിക്കലും നീട്ടിവയ്ക്കാതിരിക്കട്ടെ. കാരണം അത് കർത്താവിന് പ്രീതികരമല്ല. ഞാൻ യഥാർത്ഥത്തിൽ അറിയുന്നത് പോലെ എന്നേക്കാൾ ദുരിതപ്പെട്ട വേറൊരാത്മാവില്ല. മഹോന്നതനായ ദൈവം ഇത്രമാത്രം താഴുന്നതിൽ ഞാൻ അത്ഭുതപ്പെടുന്നു. ഓ നിത്യതയെ, കർത്താവിൻ്റെ അനന്തമായ കരുണയെ പുകഴ്ത്താൻ നീ എത്ര അപര്യാപ്തമാണ്. ഒരിക്കൽ ദിവ്യകാരുണ്യ പ്രദർശന സമയത്ത് ജൂൺ 20, 1935 ഛായാചിത്രം അൾത്താരയിൽ പരസ്യവണക്കത്തിന് വച്ചു. വൈദികൻ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചു വച്ചപ്പോൾ പാട്ടുകാർ പാടാൻ തുടങ്ങി. ഛായാചിത്രത്തിൽ നിന്നുള്ള രശ്മികൾ തിരുവോസ്തി തുളച്ച് ലോകം മുഴുവനിലേക്കും വ്യാപിക്കുന്നതായി കണ്ടു. അപ്പോൾ ഞാൻ ഈ വാക്കുകൾ കേട്ടു: തിരുവോസ്തിയിലൂടെ കടന്നു പോയതുപോലെ തന്നെ കരുണയുടെ ഈ രശ്മികൾ നിന്നിലൂടെ കടന്ന് ലോകം മുഴുവനിലും വ്യാപിക്കും. ഈ വാക്കുകൾ കേട്ടപ്പോൾ എൻ്റെ ആത്മാവ് ആനന്ദപൂരിതമായി. ഒരിക്കൽ എൻ്റെ കുമ്പസാരക്കാരൻ വിശുദ്ധ ബലിയർപ്പിക്കുകയായിരുന്നു. പതിവ് പോലെ അന്നും സമർപ്പണത്തിൻ്റെ സമയം മുതൽ ഉണ്ണീശോയെ ഞാൻ അൾത്താരയിൽ കണ്ടു. എന്നാൽ ബലിവസ്തു ഉയർത്തുന്നതിന് ഒരു നിമിഷം മുമ്പ് ആ വൈദികൻ എൻ്റെ കൺമുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായി. ഈശോ മാത്രമായി. കാഴ്ചവെപ്പിൻ്റെ സമയമായപ്പോൾ ഈശോ തിരുവോസ്തിയും കാസയും തൻ്റെ ചെറുകരങ്ങളിലെടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി രണ്ടും കൂടി ഉയർത്തിപ്പിടിച്ചു. ഒരു നിമിഷത്തിനു ശേഷം വീണ്ടും എൻ്റെ കുമ്പസാരക്കാരനെ കണ്ടു. ആ വൈദികനെ കാണാതിരുന്ന സമയം അദ്ദേഹം എവിടെയായിരുന്നെന്ന് ഞാൻ ഉണ്ണീശോയോട് ചോദിച്ചു. ഈശോ പറഞ്ഞു, എൻ്റെ ഹൃദയത്തിൽ. എന്നാൽ ഈശോയുടെ ഈ വാക്കുകളുടെ അന്തരാർത്ഥം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഒരവസരത്തിൽ ഞാൻ ഈ വാക്കുകൾ കേട്ടു: നിന്റെ ആത്മാവിൻ്റെ ഏറ്റവും നിഗൂഢമായ അഗാധതയിൽ എൻ്റെ തിരുമനസ്സനുസരിച്ച് നീ ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഹൃദയത്തോട് വളരെ സംസാരിച്ച ഈ വാക്കുകളെക്കുറിച്ച് ഞാൻ ധ്യാനിച്ചു. അന്ന് സമൂഹത്തിൻ്റെ കുമ്പസാര ദിവസമായിരുന്നു. ഞാൻ കുമ്പസാരിക്കാൻ പോയപ്പോൾ എൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞു. ആ വൈദികൻ കർത്താവ് നേരത്തെ എന്നോട് പറഞ്ഞ അതേ വാക്കുകൾ തന്നെ എന്നോട് ആവർത്തിച്ചു. ആ വൈദികൻ എന്നോട് ഈ ജ്ഞാനവചസ്സുകൾ പറഞ്ഞു: ദൈവത്തിരുമനസ്സ് നിവൃത്തിയാക്കുന്ന 3 രീതികളുണ്ട്. ഒന്ന്, ബാഹ്യമായ അനുഷ്ഠാനങ്ങളെ സംബന്ധിച്ചുള്ള എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും ആത്മാവ് നിവർത്തിക്കുന്നു. 2, ആന്തരികമായ പ്രേരണകളെ ഉൾക്കൊണ്ടുകൊണ്ട് ആത്മാവ് വിശ്വസ്തയോടെ അവയെ പാലിക്കുന്നു. 3, ആത്മാവ് തന്നെ ദൈവ തിരുമനസ്സിന് വിട്ടുകൊടുത്തുകൊണ്ട് സ്വതന്ത്രമായി തന്നെ കൈകാര്യം ചെയ്യാൻ ദൈവത്തെ അനുവദിക്കുന്നു. ദൈവം തൻ്റെ ഇഷ്ടപ്രകാരം അതിനോട് പ്രവർത്തിക്കുന്നു. അവിടുത്തെ കരങ്ങളിൽ ഇണക്കമുള്ള ഉപകരണമായി അത് തീരുന്നു. ദൈവ തിരുമനസ്സ് നിവൃത്തിയാക്കുന്നതിൽ 2ാം ഗണത്തിലാണ് ഞാൻ ഉൾപ്പെടുന്നതെന്നും ഇനിയും 3ാം ഗണത്തിലേക്ക് എത്തിയിട്ടില്ലെന്നും അതിനായി പരിശ്രമിക്കണമെന്നും ആ വൈദികൻ പറഞ്ഞു. ഈ വാക്കുകൾ എൻ്റെ ആത്മാവിൽ തുളഞ്ഞു കയറി. എൻ്റെ ആത്മാവിൻ്റെ ആഴങ്ങളിൽ സംഭവിക്കുന്നവയെപ്പറ്റി പലപ്പോഴും വൈദികന് ദൈവം
പരിജ്ഞാനം നൽകുന്നതായി ഞാൻ വ്യക്തമായി മനസ്സിലാക്കുന്നു. ഇത് എന്നെ ഒട്ടും അത്ഭുതപ്പെടുത്തുന്നില്ല. മറിച്ച് ഇപ്രകാരമുള്ള വ്യക്തികളെ ദൈവം തിരഞ്ഞെടുത്തതിന് ഞാൻ നന്ദി പറയുന്നു. വ്യാഴാഴ്ച രാത്രി ആരാധന. ഞാൻ ആരാധനയ്ക്കായി വന്നപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ആന്തരിക ദർശനം ലഭിച്ചു. കർത്താവ് ഈശോ നഗ്നനായി കൽത്തൂണിൽ കെട്ടപ്പെട്ടതായി ഞാൻ കണ്ടു. ഉടനെ തന്നെ ചമ്മട്ടിയടി ആരംഭിച്ചു. 4 മനുഷ്യർ മാറി മാറി ചാട്ട കൊണ്ട് കർത്താവിനെ അടിക്കുന്നത് ഞാൻ കണ്ടു. ഈ പീഡനം കണ്ട് എൻ്റെ ഹൃദയം സ്തംഭിച്ചു പോയി. കർത്താവ് എന്നോട് പറഞ്ഞു, നീ കാണുന്നതിലും വലിയ വേദന ഞാൻ സഹിക്കുന്നു. ഏത് പാപത്തിനു വേണ്ടിയാണ് അവിടുന്ന് ചമ്മട്ടിയടിയേറ്റതെന്ന് ഈശോ എനിക്ക് വെളിപ്പെടുത്തി തന്നു. അശുദ്ധ പാപത്തിനു വേണ്ടി. ഓ ചമ്മട്ടിയടിയേറ്റ ഈശോയുടെ സന്മാർഗികമായ സഹനം എത്ര ദാരുണം! ഈശോ എന്നോട് പറഞ്ഞു, മനുഷ്യകുലത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കി കാണുക. ഒരു നിമിഷത്തിനകം ഞാൻ ഭയാനകമായ കാര്യങ്ങൾ കണ്ടു. ആരാച്ചാരന്മാർ ഈശോയെ വിട്ടുപോയി. മറ്റു ചില ആളുകൾ അവിടുത്തെ അടിക്കാൻ ആരംഭിച്ചു. അവർ ചാട്ടയെടുത്ത് കർത്താവിനെ നിഷ്കരുണം തല്ലി. ഇവർ വൈദികരും സന്യസ്തരും പുരുഷന്മാരും സ്ത്രീകളും സഭയിൽ ഉന്നത സ്ഥാനം വഹിക്കുന്നവരുമായിരുന്നു. അതെന്നെ വളരെ അത്ഭുതപ്പെടുത്തി. എല്ലാ പ്രായത്തിലുള്ള അൽമായരും എല്ലാ ജീവിത മേഖലയിലുള്ളവരും അതിലുണ്ടായിരുന്നു. നിഷ്കളങ്കനായ ഈശോയുടെ മേൽ എല്ലാവരും തങ്ങളുടെ വിരോധം തീർത്തു. ഇത് കണ്ട് എൻ്റെ ഹൃദയം മരണവേദന അനുഭവിച്ചു. ആരാച്ചാരന്മാർ അടിച്ചപ്പോൾ ഈശോ അകലങ്ങളിലേക്ക് നോക്കി നിശബ്ദനായിരുന്നു. എന്നാൽ ഞാൻ മുമ്പ് പറഞ്ഞ ആത്മാക്കൾ അടിച്ചപ്പോൾ ഈശോ തൻ്റെ കണ്ണുകൾ അടച്ചു. വളരെ വേദനാജനകമായ ഒരു മൃദുല വിലാപം അവിടുത്തെ ഹൃദയത്തിൽ നിന്നുയർന്നു. ഈ നന്ദിഹീനരായ ആത്മാക്കളുടെ പാപത്തിൻ്റെ ഗൗരവം വിശദമായി ഈശോ എനിക്ക് മനസ്സിലാക്കി തന്നു. നീ കാണുക, ഇതെൻ്റെ മരണത്തേക്കാൾ വലിയ പീഡനമാണ്. അപ്പോൾ എൻ്റെ അധരങ്ങളും നിശബ്ദമായി. ഞാൻ മരണവേദന അനുഭവിക്കാൻ തുടങ്ങി. ആരും എന്നെ ആശ്വസിപ്പിക്കാനോ ആ അവസ്ഥയിൽ നിന്ന് എന്നെ രക്ഷിക്കാനോ ഇല്ലെന്ന് തോന്നി. ആ അവസ്ഥയിലേക്ക് എന്നെ ആക്കിയവന് മാത്രമേ അത് സാധ്യമാകൂ. അപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, എൻ്റെ ഹൃദയത്തിന് വളരെ ആശ്വാസം തന്ന നിൻ്റെ ഹൃദയത്തിൻ്റെ ആത്മാർത്ഥമായ വേദന കണ്ട് ഞാൻ ആശ്വസിക്കുന്നു. പിന്നീട് ഈശോനാഥനെ കുരിശിൽ ആണികളാൽ തറയ്ക്കപ്പെട്ടിരിക്കുന്നത് ഞാൻ കണ്ടു. അവിടുന്ന് അതിൽ തൂങ്ങിക്കിടന്ന അവസരത്തിൽ വലിയ ഒരു സമൂഹം ആത്മാക്കൾ അവിടുത്തെ പോലെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നതായും ഞാൻ കണ്ടു. വീണ്ടും രണ്ടാമതൊരു സമൂഹത്തെയും മൂന്നാമതൊരു സമൂഹത്തെയും ഞാൻ കണ്ടു. രണ്ടാമത്തെ ജനക്കൂട്ടം അവരുടെ കുരിശിനോട് തറയ്ക്കപ്പെട്ടിരുന്നില്ല. എന്നാൽ അവർ കുരിശ് തങ്ങളുടെ കരങ്ങളിൽ മുറുകെ പിടിച്ചിരുന്നു. മൂന്നാമത്തെ സമൂഹം തങ്ങളുടെ കുരിശുകളിൽ തറയ്ക്കപ്പെടുകയോ തങ്ങളുടെ കരങ്ങളിൽ അവ മുറുകെ പിടിക്കുകയോ ചെയ്യാതെ അവ വളരെ അതൃപ്തിയോടെ വലിച്ചു കൊണ്ടുപോയിരുന്നു. ഈശോ എന്നോട് പറഞ്ഞു, നീ ഈ ആത്മാക്കളെ കാണുന്നുണ്ടോ? എന്നെപ്പോലെ അവരുടെ വേദനകളും നിന്ദനങ്ങളും സഹിക്കുന്നവർ മഹത്വത്തിലും എന്നെപ്പോലെയായിരിക്കും. വേദനകളിലും നിന്ദനങ്ങളിലും എന്നെക്കുറിച്ച് അല്പം മാത്രം സാദൃശ്യം വഹിക്കുന്നവർ എൻ്റെ മഹത്വത്തിലും അല്പം മാത്രമേ എൻ്റെ സാദൃശ്യം വഹിക്കുകയുള്ളൂ. ക്രൂശിതരായ ആത്മാക്കളിൽ അധിക ഭാഗവും പുരോഹിതരുടെ ആത്മാക്കളായിരുന്നു. ഞാൻ അറിയുന്ന പലരെയും ക്രൂശിതരുടെ ഇടയിൽ ഞാൻ കണ്ടു. ഇതെനിക്ക് വലിയ സന്തോഷം നൽകി. അപ്പോൾ ഈശോ എന്നോട് പറഞ്ഞു, നാളെ നിന്റെ ധ്യാന സമയത്ത് നീ ഇന്ന് കണ്ടതിനെ പറ്റി ധ്യാനിക്കുക. ഉടനെ തന്നെ ഈശോ എന്നിൽ നിന്ന് അപ്രത്യക്ഷനായി. വെള്ളി. എനിക്ക് സുഖമില്ലായിരുന്നു. അതിനാൽ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാൻ കഴിഞ്ഞില്ല. കാലത്ത് 7 മണിക്ക് എൻ്റെ കുമ്പസാരക്കാരൻ വിശുദ്ധ ബലി അർപ്പിക്കുന്നത് ഞാൻ കണ്ടു. ആ സമയത്ത് ഉണ്ണീശോയെ ഞാൻ കണ്ടു. വിശുദ്ധ കുർബാനയുടെ അവസാനത്തിൽ ദർശനം അപ്രത്യക്ഷമായി. ഞാൻ മുമ്പത്തെ പോലെ വീണ്ടും എൻ്റെ മുറിയിൽ തിരിച്ചെത്തിയതായി കണ്ടു. എനിക്ക് ഞങ്ങളുടെ ചാപ്പലിൽ വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിലും വളരെ അകലെയുള്ള ഒരു പള്ളിയിൽ വിശുദ്ധ ബലിയിൽ സംബന്ധിക്കാൻ സാധിച്ചതിൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷം എനിക്കുണ്ടായി. എല്ലാറ്റിനും ഈശോയ്ക്കൊരു പ്രതിവിധിയുണ്ട്. ജൂലൈ 30, 1935 വിശുദ്ധ ഇഗ്നേഷ്യസിൻ്റെ തിരുനാൾ. ഈ വിശുദ്ധനോട് ഞാൻ വളരെ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ തിരുമനസ്സ് നിറവേറ്റുക എന്ന വലിയ ദൗത്യത്തിൽ എന്നെ സഹായിക്കാതെ നോക്കി നിൽക്കുന്നതിൽ ഞാൻ വിശുദ്ധനോട് പരാതിപ്പെട്ടു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങ് ഞങ്ങളുടെ രക്ഷാധികാരിയാണല്ലോ. ദൈവമഹത്വത്തിൻ്റെ തീക്ഷ്ണതയാലും സ്നേഹാഗ്നി ജ്വാലയാലും അങ്ങ് ജ്വലിച്ചിരുന്നല്ലോ. ദൈവ പദ്ധതികൾ നടപ്പിലാക്കാൻ എന്നെ സഹായിക്കണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. ഇത് സംഭവിച്ചത് വിശുദ്ധ കുർബാനയുടെ സമയത്താണ്. അപ്പോൾ ഞാൻ അൾത്താരയുടെ ഇടതുവശത്ത് വിശുദ്ധ ഇഗ്നേഷ്യസിനെ കണ്ടു. വലിയൊരു പുസ്തകവും കയ്യിലുണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് ഇപ്രകാരം പറഞ്ഞു, എൻ്റെ മകളെ, എനിക്ക് നിന്റെ കാര്യത്തിൽ താല്പര്യമില്ലാഞ്ഞിട്ടല്ല. ഈ നിയമം കൂട്ടിച്ചേർക്കാം. ഇത് ഈ സഭാസമൂഹത്തിൻ്റെ നിയമാവലിയിലേക്ക് കൂട്ടിച്ചേർക്കാൻ സാധിക്കും. ആ വലിയ പുസ്തകം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം അപ്രത്യക്ഷനായി. വിശുദ്ധർ നമ്മളെക്കുറിച്ച് എത്രമാത്രം കരുതലുള്ളവരാണെന്ന കാര്യവും നാം അവരോട് എത്രമാത്രം ഐക്യപ്പെട്ടിരിക്കുന്നുവെന്നതും ഓർത്ത് ഞാൻ വളരെ സന്തോഷിച്ചു.
ഓ ദൈവത്തിൻ്റെ നന്മയെ ഓർക്കുക. ആത്മീയ ലോകം എത്ര മനോഹരമാണ്. ഇവിടെ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ വിശുദ്ധരുമായി നാം സമ്പർക്കം പുലർത്തുന്നു. പ്രിയ രക്ഷാധികാരിയായ വിശുദ്ധൻ്റെ സാന്നിധ്യം ആ ദിവസം മുഴുവൻ എനിക്ക് അനുഭവപ്പെട്ടു.